കേസ്. അപ്പോൾ നമ്മളിവിടെ മലയുടെ മുകളിൽ കയറി ഇറങ്ങി ഈ അറ്റത്ത് കാണുന്നൊരു മലയുണ്ട്, അതിൻ്റെ മുകളിലോട്ട് നമുക്ക് പോകാം, താഴേക്കുള്ള വഴി. അപ്പോൾ ഇത് പുതിയ ഒരു ഓഫ് റോഡാണ്, ഈ വഴി ഇങ്ങനെ ഉണ്ടായിരുന്നില്ല. എന്തായാലും അപ്പോൾ നമ്മുടെ ഇടുക്കി ഓഫ് റോഡ് റൈഡിൻ്റെ അടുത്തൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ ആ മലയിലെ കയറി ഇറങ്ങിയതിന് ശേഷം വീണ്ടും അപ്പുറത്ത് കണ്ട അടുത്ത മലയിലോട്ട് പോവാണ്. ആ മലയുടെ പേരാണ് വലകെട്ടി ഹിൽസ്. അപ്പോൾ ഇത് ഇടുക്കിയിലെ നമ്മുടെ കാഞ്ഞാറ്, അതുപോലെ ഇല്ലിക്കക്കല്ല്, പഴക്കക്കാനം, അതിനിടയിലുള്ളൊരു മലയുണ്ടോ വലകെട്ടി ഹിൽസ് എന്ന് പറഞ്ഞിട്ട്. ഇതൊരു പുതിയ വഴിയാണ്, നമ്മൾ ഇടയ്ക്ക് ഇതിലേക്ക് വരാറുള്ളതാണ്, അവിടെ ടെൻ്റ് അടിക്കാറുള്ളതാണ്. അപ്പോൾ ഈ വഴി ഏകദേശം ഇപ്പോൾ ഈ നമ്മൾ ഈ ഓടുന്ന ഓഫ് റോഡ് വന്നിട്ട് അധികം ആയിട്ടില്ല, പുതിയ വഴിയാണ്. കണ്ടോ, കുത്തനൊരു ഇറക്കമാണ്. നമ്മൾ ഇച്ചിരി പാടുപെട്ടാണ് ഇതിൽ കയറി വന്നത്, അതുപോലെ ഇറങ്ങിപ്പോണതും ഇച്ചിരി പാടുപെട്ടാണെന്ന് പറഞ്ഞാൽ പുതിയ വഴിയായിരുന്നു, ആകെ ഇളകി കിടക്കുന്നത് മണ്ണൊക്കെ. അപ്പോൾ പതിയെ ഡൗൺ ഹിൽ അടിച്ചിട്ട് നമുക്ക് പതിയെ ഇറങ്ങി നോക്കാം. നമ്മൾ ഓഫ് റോഡിങ് തുടങ്ങിയ സമയത്ത് ഈ ഇതുപോലെ കുത്തനുള്ള ഡൗൺ ഹില്ലൊക്കെ ഇച്ചിരി ടഫായിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് വളരെ ഈസിയാണ്, കയറ്റത്തിനേക്കാളും നമുക്ക് ഇറക്കമാണ് ഒരു ത്രില്ലായിട്ട് തോന്നുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്ക് പോകാം. ഇനിയുണ്ട് കുറച്ചുകൂടി വരണം. നമ്മുടെ തൊട്ട് പുറകെ ഗോലിയാത്തുണ്ട് കേട്ടോ, ആൾ വരുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഓഫ് റോഡിങ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുന്നുള്ളൊരു എപ്പിസോഡുണ്ട്, കാണാത്തവർ പോയി കണ്ടിട്ട് വരട്ടോ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പോട്ടെ, അടിച്ചു പോട്ടെ, അടിച്ചു പോട്ടെ. തെക്കൻ കയറാ, തെക്കൻ കയറേ. കേസപ്പോൾ ഇത് പുതിയ ഓഫ് റോഡ് കാരണം കുറച്ച് പാടാണ്. നല്ല മണ്ണ് കളിക്കിടക്കുന്ന നല്ല രീതിയിൽ JCB വെച്ച് കുത്തി മാന്തി ഉണ്ടാക്കി ഇട്ടിട്ടുള്ളൂ തന്നെ. കണ്ടില്ലേ, വീണ്ടും ഒരു ഡൗൺ ഹില്ലാണ്. ഇതൊരു എക്സ്ട്രീമായിട്ടുള്ള, ചെറിയ രീതിയിലുള്ള എക്സ്ട്രീമായിട്ടുള്ളൊരു ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ. പുതിയ വഴിയായിരുന്നു, നല്ല ഇളകി കിടക്കുന്ന കല്ലും മണ്ണ കല്ലാനും വലിയ പരിയാണ്ട് കീറലാണ് ഇറങ്ങിപ്പോയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ബിഗിനേഴ്സിന് പറ്റിയൊരു നൈസ് ട്രെയിൽസാണ് കേട്ടോ. അത്യാവശ്യം ചെറിയ ടഫും എന്നാൽ വലിയ ഹാർഡായിട്ടുള്ള ഒരു ഓഫ് റോഡൊന്നും പറയാനും പറ്റില്ല. നമുക്ക് നോക്കാം. ഇത് കയറിക്കോളാം, വലിച്ചേറ്റല്ല. എന്താ വീസ് നോക്കി, അടിപൊളി. പോട്ടെ, നല്ല ഇറക്കമുണ്ടാ. ആ സൈഡ് നോക്കോ. താഴെ എന്തോ സംഭവം കെട്ടി വെച്ചിട്ടുണ്ടല്ലോ. കാശാണ്, സംസാരിച്ച് നോക്കാം. അവിടെ വീടൊക്കെ ഒന്നുണ്ട്, എടുത്ത് നമുക്ക് ചോദിച്ചു നോക്കാം. ഈ വഴി ഒറ്റയ്ക്ക് പോയിട്ട് കുറച്ചായെന്ന് തോന്നുന്നു. മൊത്തം കാട് പിടിച്ചിറങ്ങാനല്ല.
ഏ ആ ഓ എടാ ഞാൻ പറയടാ വണ്ടി നോക്കട്ടെ. അങ്ങനെ വന്നേടാ. ഓ എന്തായി കാണുന്നത്? ഒരു ഫോട്ടോ എടുക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. പൊക്കോളേ, സ്ലിപ്പാവോ? ഓ എക്സ്ട്രീം ഓഫ് റോഡ്. ഒരു രക്ഷ വഴിയൊക്കെ ഒലിച്ചു പോയി കിടക്കണമൊക്കെ. എക്സ്പ്രസിന് ബാക്ക് വീല് പകുതി തന്നു. കയറ്റി കിട്ടിയോ? കയറ്റി കേറി 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 ആട്ടിക്കയറ്റ് കേറിക്കോളൂ. പോട്ടെ പോട്ടെ പോട്ടെ, സൈഡ് സൈഡ് സൈഡ്. മിക്കവാറും നടപടാതെ മൂഞ്ചുന്ന തോന്നണേ. ഓഫ് റോഡൊക്കെ ഇടിഞ്ഞ് ആകെ സീനായി കിടക്കണം. ശോ, അപ്പോൾ നമ്മൾ പണ്ട് കല്ലിട്ട് പണിത് ഉണ്ടാക്കിയ പാലമൊക്കെ പോയിട്ടോ, വഴിയൊക്കെ പോയി. ജസ്റ്റ് കുഴപ്പമില്ല, അത്യാവശ്യം ഇൻഡോർ കളിക്കാവുന്ന സ്ഥലമാണ്. ഇത് കയറി പൊക്കോളൂ, ഈ ആപ്പിയുടെ പൊക്കോളും. ഇപ്പോൾ കേസ് വലകെട്ടി ഹിൽസിലെ റോഡൊക്കെ ആകെ തകർന്ന് ഷോക്കായിട്ടുണ്ട്. വെള്ളം കുത്തി കളിച്ച് ഈ വഴിയൊക്കെ പോയിട്ടുണ്ട്. ഈ മുകളിലോട്ട് ചെല്ലുമ്പോൾ എല്ലാം ഇടിഞ്ഞിടക്കണമെന്ന് അറിയില്ല കേട്ടോ വഴി. പോട്ടെ പോട്ടെ പോട്ടെ. ടാസ്ക് കഴിഞ്ഞ് നമ്മൾ കരിസ്മ എക്സ്പ്രസും കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഗോലിയാത്തിൻ്റെ വണ്ടിയുടെ ഉണ്ട്. പോരട്ടെ? ആ പോരെ പോരെ പോരെ, കയ്യോട് കയ്യോട്. അവിടെ ചരി അങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് അടിക്കരുത്. നമ്മൾ വണ്ടി മതിലിൻ്റെ സൈഡ് ചരിച്ചോളണം വീഴാൻ പോയി കഴിഞ്ഞാൽ. ഇങ്ങനെയാണ് എസ്കേപ്പ് ചെയ്യേണ്ടത്. പിന്നെ അയ്യോ, നമ്മൾ ആ മലയുടെ മുകളിൽ നിന്ന് ഉണ്ടെങ്കിൽ വന്നു. നമ്മൾ നേരത്തെ വണ്ടിയൊക്കെ ഓടിച്ചൊരു മല കാണ്ട അറ്റത്തൊരു മലയുണ്ട്, അതിൻ്റെ മുകളിലാണ്. അപ്പം ഇനി നമുക്ക് മുകളിലോട്ട് കയറാം. മുകളിലോട്ട് ടെററാണ് കേട്ടോ, ടെററ്. വ്യൂസ് കണ്ടോ അവിടെ നിന്ന്? ഒരു രക്ഷയില്ലാത്തതാണ്. അവിടെ അവനവിടെ പെട്ടിട്ട് പുല്ലിൽ പെട്ട് നല്ല കയറ്റമാണ്. നമ്മൾ ഗോലിയാത്ത് കുഴി ചാടിപ്പോയിട്ടുണ്ട്, പിടിച്ച് കയറ്റട്ടെ. എന്താടേ